ദ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് ഇത്തവണയും FC ബാർസലോണയെ സംബന്ധിച്ച് ഒരു ഡിസപ്പോയിന്റിങ് എൻഡ്. ഫസ്റ്റ് ലെഗിലെ ക്യാമ്പ് നൗവിൽ വെച്ച് 2 ഗോളിന് തോറ്റപ്പോഴും എന്നെ പോലെയുള്ള ഒരു ലൈഫ് ലോങ് ബാർസലോണ ഫാൻ സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ അത്ലറ്റിക്കോ came on Barcelona's back. I'm sorry. ഈ ഒരു മാച്ചിൽ ബാർസലോണ നടത്തിയ ആ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് അതൊക്കെ കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറയട്ടെ, അതൊക്കെ കണ്ടപ്പോൾ ബാർസലോണ മിനിമം ഒരു 3 ഗോളെങ്കിലും ഒക്കെ അടിച്ച് പുഷ്പം പോലെ ഈ ഒരു മാച്ചിൽ ജയിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇന്നെ പോലുള്ള ഒരാളുടെ ഫുൾ സപ്പോർട്ട് ബാർസക്ക് ഉള്ളതുകൊണ്ട് തന്നെ 24 മിനിറ്റ് ആയപ്പോഴേക്ക് കടണ്ടായിരുന്ന 2 ഗോളും ബാർസ അടിച്ചു. ഓക്കെ, ഇനി ഒന്നുമില്ല, ഇനി ഒരു ടെൻഷനും ഇല്ലാതെ കളിക്കുന്ന ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് അത്ലറ്റിക്കോ പോയിട്ടൊരു ഗോൾ അടിച്ചത്. 31 മിനിറ്റിലെ ലുക്മന്റെ ഗോൾ. അതിനുശേഷം ബാർസ കുറെ പരിശ്രമിച്ചു, അത്ലറ്റിക്കോയും കുറെ ശ്രമിച്ച്, 2 ടീമിനും ഗോളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മാച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു മാച്ചിൽ ബാർസ 2-1 ജയിച്ചെങ്കിലും അഗ്രിഗേറ്റ് സ്കോറിൽ 3-2 അങ്ങനെ തോറ്റ് പുറത്തായി. അത്രേ ഉള്ളൂ. യമീൻ ലമാൽ ഡയലോഗ് അടിക്കുള്ള കളിയൊക്കെ ചെക്കൻ കളിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി മാച്ചിൻ്റെ തുടക്കത്തിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ കൊണ്ടുവരുന്നതിൽ ആളുടെ സ്കില്ല് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, കളിയിലെ ഫസ്റ്റ് ഗോൾ 4-ാം മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോൻ്റെ മിസ്റ്റേക്ക് മുതലെടുത്ത് ആൾ പോയിട്ട് അടിച്ചു. അതിനുശേഷം കുറച്ച് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ഫെർമിന് ആർക്കോ കൊടുത്തൊരു ഔട്ട്സൈഡ് മറ്റേ ട്രിവേല ക്രോസ് പാസ്, എന്തോ ഒരു സാധനം ഉണ്ടേന്. അത് കണ്ടിങ്ങനെ പുളകിതനാവാൻ നിൽക്കേന്. അപ്പോഴാണ് ഫെർമിന്റെ മുഖത്തു നിന്നൊക്കെ ചോര വന്നത്. ജമാലു അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ഇടക്കാള് ഓറാഫാമിനൊക്കെ ശ്രമിച്ചു. നല്ല ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയാ, യോഗല്ല അമ്മിണിയെ. ഈ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്ത് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കൊണ്ട് മാത്രമൊന്നും നമുക്ക് എല്ലാ മാച്ചും അല്ലെങ്കിൽ എല്ലാ ടൂർണമെന്റും ഒന്നും ജയിക്കാൻ കഴിയൂല. എക്സ്പെഷ്യലി UCLന്റെ നോക്കൗട്ടിലൊക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ഒലത്തിയിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്ത് നമ്മളെ ടീമിന്റെ വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിക്കേണ്ടി വരും. റഫീനല്ല ആൻഡ് അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു ഡിഫൻസ് ആൻഡ് ഹൈലൈന് കളിക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങക്ക് എന്താ എല്ലാ മാച്ചിലും ഓരോ റെഡ് കാർഡ് വെച്ചെന്തോ കിട്ടണില്ല. ഇപ്പോൾ ഫസ്റ്റ് ലെഗിലും ആർക്കോ റെഡ് കാർഡൊക്കെ കിട്ടിയില്ലേനോ? ഇതേ സെയിം സംഭവം ഡോക്സോ ചെയ്തിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ തന്നെ കളിച്ചാൽ ഇങ്ങനെ തന്നെ റിസൾട്ട് കിട്ടും. അത്ലറ്റിക്കോയുടെ കീപ്പർ മുസോ ആള് മാച്ചിൽ നന്നായിട്ട് കളിച്ചു എന്ന് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിലും ആൾക്കാരെ വായടപ്പിക്കുന്ന ടൈപ്പ് ഓഫ് റിപ്ലൈ ഒക്കെ ആൾ കൊടുത്ത്. എക്സ്പെഷ്യലി റഫീന പറയുന്നു, എന്ത് ഈ മാച്ച് മാത്രമല്ല കഴിഞ്ഞ മാച്ചിലും ഞങ്ങൾ റോബ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. എന്നാണ് ബാർസ മറ്റേ ടീം നന്നായി കളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബാർസ മോശമായി കളിച്ചതുകൊണ്ടോ തോൽക്കല്? എല്ലാ മാച്ചും അല്ലെങ്കിൽ എല്ലാ ബിഗ് മാച്ചസിലും ബാർസനെ റോബ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോ ആൾക്കാർ? എനിക്ക് മനസ്സിലാവണില്ല. എപ്പോഴങ്ങൾ ശരിക്ക് തോറ്റു എന്ന് നിങ്ങളൊന്ന് സമ്മതിക്കുക. ഇത് വലിയൊരു ഇടങ്ങാറാണല്ലോ. ഒരിക്കലും ഈ ഒരു മാച്ചിലെ റഫറിയുടെ ഭാഗത്തു നിന്ന് 100% കറക്റ്റ് ഡിസിഷൻസ് ആണെന്നൊന്നും ഞാൻ പറയണില്ല. സ്ട്രീം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആള് കോർണർ കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ 3-4 തവണ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ബാർസനെ റോബ് ചെയ്തു എന്ന് പറയാൻ മാത്രമുള്ള സിറ്റുവേഷൻ എന്താ ഉള്ളത്? എന്ത് മുസോന്റെ കാല് ഫെർമിന്റെ മുഖത്ത് തട്ടി ചോര വന്നതോ? അത് കീപ്പർ സേവ് ചെയ്ത ബോള് അതിനുശേഷമുള്ള ഒരു കോണ്ടാക്ട് വന്നത്, അല്ലാതെ ആൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ഡോക്സോ. എന്താ ചെയ്യുക? നിങ്ങൾ ഹൈലൈൻ ഇട്ടൊരു മിസ്റ്റേക്ക് അവിടെ വന്ന ഒരു ഫൗള് വെച്ചിന് റെഫറിക്ക് റൂൾസ് അനുസരിച്ചുള്ള സാധനമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ ഇതിനൊക്കെ നിങ്ങൾ റോബറി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്താ ചെയ്യുക? ആക്ച്വലി ബാർസക്ക് കംബാക്കും അതിന്റെ മേലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബട്ട് സിമിയോണി ആൻഡ് അത്ലറ്റിക്കോയുടെ പ്ലേയേഴ്സ് അവർ കണ്ടറിഞ്ഞ് കളിച്ചു. ഓക്കെ, അവർ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നവർക്ക് മനസ്സിലായി. ലുക്മാന്റെ ഗോളിന് ശേഷം അവരതിനനുസരിച്ച് കണ്ടറിഞ്ഞ് കളിച്ചു. ആൻഡ് ബാർസക്ക് ആ ഒരു സാധനം അറിയില്ല, സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാൻ. എന്തായാലും നിങ്ങളൊരു ബാർസ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും മാച്ചിനെ കുറിച്ചിട്ടും ബാർസയുടെ എലിമിനേഷനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് ചെയ്യാം. അടുത്ത മാച്ച് ലിവർപൂൾ വേഴ്സസ് PSG അറ്റ് ആൻഫീൽഡ്. യു വിൽ നെവർ വാക്ക് അലോൺ എന്ന് പറഞ്ഞിട്ട് ലിവർപൂളിൻ്റെ ഫാൻസും പ്ലേയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ മാച്ചിന് ശേഷം വീട്ടിൽ പോയത്. കാരണം PSG പിന്നെ 2 കൊടുത്ത് ബാർസന്റെ റൊമാന്റിറ്റി എക്സ്പെക്ട് ചെയ്തിട്ട് ആ മാച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ മാച്ച് ഞാൻ ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ലിവർപൂൾ എത്രങ്ങാനും ഷോട്ടാ അടിച്ചിട്ടുള്ളത്. 70 മിനിറ്റിന് ശേഷം കേട്ടോ കളിയിലെ ഫസ്റ്റ് ഗോൾ വരുന്നത് ഫ്രം ബാലൻഡോർ ഡെംബൂസ്.
ഒരു നല്ല ഗോൾ കിട്ടോ. അതിനുശേഷം കളിയുടെ ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഡെംബലെ സ്കോർഡ് അഗെയിൻ. സംഭവം എന്താണെന്നറിയോ, ലിവർപൂളിന്റെ ഭാഗത്തു നിന്ന് ഒരു റെമന്റിറ്റി ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് വാസ് വെരി നോർമൽ. ആൻഡ് PSG തുടർച്ചയായിട്ട് രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ന്യൂനുമെൻഷ് ആൻഡ് ഹ്യൂഗോ എക്കിറ്റിറ്റീസ്. എടാ, രണ്ടാക്കും ഇഞ്ചുറി. എക്കിറ്റിക്കയുടെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആണ് അത്ര. സ്ട്രെച്ചറിലൊക്കെയാണ് ആളെ കൊണ്ടുപോയത്. വേൾഡ് കപ്പ് മാത്രമല്ല, റെസ്റ്റ് ഓഫ് ദി സീസൺ ആൾക്ക് നഷ്ടമാവുന്നൊക്കെയാണ് പറയുന്നത്. ന്യൂനോയുടെ കാര്യത്തിൽ വലിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ആൻഡ് അത്ര വലിയ ഇഞ്ചുറി ആണെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും റൊണാൾഡോ ആൻഡ് പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും എന്താ പറയുക, അതിഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയാണ്. പോർച്ചുഗലിന് വേൾഡ് കപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതിന് ഈ ചെക്കൻ കളിക്കണം. അതൊക്കെ അത്രേ ഉള്ളൂ.